نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزر نکن زندگی موزر. അസ്സലാമു വറഹ്മത്തുള്ളാഹി. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണോ? നാളെ ഏതായാലും EVS എക്സാം ആണ് നടക്കുന്നത് 3ാം ക്ലാസ്സിന് അല്ലേ. അപ്പൊ അറബിയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അതിന്റെ ഇടയിൽ ഒന്ന് പറഞ്ഞിടാന്ന് വെച്ചു. EVS ഒക്കെ കുറെ ആൾക്കാരൊക്കെ പഠിച്ചു കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. നമ്മൾ EVSന്റെ ഇമ്പോർട്ടന്റ് പാർട്സ് അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാണാത്തവർ അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് അടിപൊളിയാക്കി സെറ്റ് ആക്കിയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, റെഡി? അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ നേരെ പോവാണ്. എങ്ങോട്ടാണ് പോകാൻ നോക്കുന്നത്? അറബിയുടെ ചോദ്യ പേപ്പറാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്രിസ്മസ് എക്സാമിന്റെ അറബിയുടെ ചോദ്യ പേപ്പർ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പിന്നെ വന്നവരൊക്കെ ഓരോരോ ലൈക്കുകൾ വീതം. അപ്പോൾ ബാക്കിയുള്ളവർ എന്ന് പറയുമ്പോൾ വന്നവരാണല്ലോ, വന്നവരൊക്കെ ഓരോ ലൈക്കുകൾ വീതം തരിക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഓരോ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മുടെ ചാനലിൽ റെഡിയാണ്. ഇമ്പോർട്ടന്റ് പാർട്സ് ഡേ ബൈ ഡേ ഇങ്ങനെ ഇട്ടുകൊണ്ടേ നിൽക്കുകയാണ്. ഇമ്പോർട്ടന്റ് പാർട്സ് അതൊക്കെ കണ്ടിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് പോയിട്ട് പരീക്ഷ ചെയ്തിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക. യെസ് ഗൈസ്, ഓക്കെ, റെഡി? അപ്പോൾ നേരെ നമ്മൾ പോവാണ്. നമ്മൾ നേരെ നോക്കാൻ പോകുന്നത് അറബിയുടെ ചോദ്യ പേപ്പറാണ്. അറബിയുടെ ചോദ്യ പേപ്പർ കുറേ ആൾക്കാർ EVSന്റെ ലൈവ് വന്നിട്ട് EVSന്റെ ലൈവ് കഴിഞ്ഞടാ. EVSന്റെ ലൈവ് ഇന്നലെ ആയിരുന്നു. ഇന്നലെ നട്ടുച്ചക്കൊക്കെ EVSന്റെ ലൈവ് കഴിഞ്ഞിട്ട് നമ്മുടെ ചാനലിലുണ്ട്. EVSന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് പാർട്സ് ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. അതൊക്കെ പോയി കണ്ടിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. EVS ഒക്കെ ഈസി ആണോ? അതൊന്നും പ്രശ്നമൊന്നുമില്ല. നേരെ നമ്മൾ അറബിയാണ് മക്കളെ നോക്കാൻ പോകുന്നത്. അറബിയുടെ ചോദ്യ പേപ്പർ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ചോദ്യ പേപ്പറിൽ ഇവിടെ ചെറിയൊരു സംഭവം എന്താ നമുക്ക് വായിച്ചു നോക്കാം അല്ലെ. ഇവിടെ ഹസദ റയ്യാൻ ഫിലാഹത്ഹു ഫിഹാ ഖൽറവാത്തും മിസ്ല ഖിയാറും തൊമാത്തിമു വജസർ വബത്വാതീസ് ബാദിൻജാൻ ഫുൽഫുല് ഖർആ വൽ ബസ്വല്. അപ്പോൾ നമ്മുടെ റയ്യാൻ എന്ത് ചെയ്യാണ്, അടുക്കളത്തോട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ അടുക്കളത്തോട്ടം ഉണ്ടാക്കുമ്പോൾ അവിടെ ഹൽറവാത്ത് ഉണ്ട്. ഹൽറവാത്ത് എന്ന് പറഞ്ഞാൽ എന്താ, പച്ചക്കറികളാണ്. അത് അവിടെ ഓൾറെഡി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വഫീഹ ഫവാക്കിഹുൻ മിസ്ല തുഫാഹ് ബുർത്തുക്കാല് അതേപോലെ തന്നെ മൗസ് ഇനബ് റുമ്മാൻ ബിത്വീഹ് അനാനാസ്. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വേറെയുണ്ട്. ഏതൊക്കെയാണുള്ളത്? റുമ്മാൻ ഉണ്ട്, തുഫാഹ് ഉണ്ട്, മൗസ് ഉണ്ട്, ഇനബ് ഉണ്ട്, ബിത്വീഹ് ഉണ്ട്, അനാനാസ് ഇതും ഉണ്ട്. ഫവാക്കിഹി ആയിട്ട്. ഫവാക്കിഹ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് ആണ്. ഖൽറവാത്ത് എന്ന് പറഞ്ഞാൽ പച്ചക്കറിയാണ്. അവരാണ് വെള്ളം നനയ്ക്കുന്നതും അതേപോലെ തന്നെ രാവിലെയും വൈകുന്നേരമൊക്കെ വെള്ളം നനച്ച് ഇതിനെ നോക്കിക്കൊണ്ട് നടക്കുന്ന. ചെടിയാവുമ്പോൾ ഇതിനെ നോക്കിക്കൊണ്ട് നടക്കണ്ടേ, അല്ലാണ്ട് ഇത് വാടിപ്പോകൂലേ. വെള്ളം നനച്ചു കൊടുക്കണ്ടേ, വെള്ളം കൊടുത്തോ, വെള്ളം നനച്ചു കൊടുക്കണം, വളം ഇട്ട് കൊടുക്കണം, ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. എന്നാലും മാത്രമേ ചെടിയൊക്കെ നല്ലോണം നിൽക്കൂ. അല്ലടാ മക്കളെ? യെസ് ഗൈസ്. അപ്പോൾ ഇവിടെ ചോദ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സംഭവം തന്നിട്ട്, അല്ലെങ്കിൽ നിങ്ങളോട് അധികവും തരാൻ പോകുന്നത് പിന്നെ എല്ലാം നമ്മുടെ മാത്സ് നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും അതിലൊക്കെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാരഗ്രാഫാണ് തരിക. ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ 5 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഉത്തരം എഴുതാൻ വേണ്ടി പറയും. അങ്ങനെയാണ് ഒന്നാമത്തെ ചോദ്യം ഉണ്ടാവുന്നത് അല്ലെ. ഇവിടെ തന്നിരിക്കുന്നത് വ്യത്യസ്ത തരത്തിലുള്ള ഒരു ചോദ്യമാണ്. ഇങ്ങനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയും ചോദ്യങ്ങൾ വരാം. അപ്പൊ ഇത് വന്നു കഴിഞ്ഞിട്ട് നമ്മളോട് എഴുതാൻ വേണ്ടി പറഞ്ഞത് ഖൽറവാത്താണ്. ഖൽറവാത്ത് ഏതൊക്കെയാണ്, ഫവാക്കിഹ ഏതൊക്കെയാന്നുള്ളതാണ് എഴുതാൻ വേണ്ടി പറയുന്നത്. അപ്പൊ ഖൽറവാത്ത് ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ഖൽറവാത്ത് എന്നുള്ളത് അല്ലെ. ഖിയാർ, ത്വമാത്തിമ്, ജസർ, ബത്വാത്തിസ്, ബാദിൻജാന്, ഫുൽഫുല്, ഖർഅ, ബസ്ല്. മക്കളെ ഖൽറവാത്തിന്റെ പേരുകൾ എന്റെ മക്കളൊന്ന് പഠിച്ചു വെച്ചോ. അതേപോലെ തന്നെ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏതാണ്, ഫവാക്കിഹിന്റെ പേരുകളും പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇങ്ങനെ തരും, തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മിക്സഡ് ആയിട്ട് തരും. അങ്ങനെ തന്നു കഴിഞ്ഞാൽ ഇതിപ്പോ കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നെ ഖൽറവാത്ത് ഒരു ഭാഗത്ത് തന്നു, ഫവാക്കിഹ് ഒരു ഭാഗത്ത് തന്നു. ഏത് പൊട്ടണം എന്ത് ചെയ്യാം, അത് നോക്കിയിട്ട് അങ്ങോട്ട് എടുത്ത് എഴുതാം. നേരെ അങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി. ഫുൾ മാർക്ക് 5 മാർക്ക് ഇതിന് കിട്ടുകയും ചെയ്യും പരീക്ഷയ്ക്ക്. പക്ഷേ ഇതുപോലെ എളുപ്പമുള്ള ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അവർ ചിലപ്പോൾ മിക്സഡ് ആയിട്ടൊക്കെ ആയിരിക്കും തരിക. അങ്ങനെ മിക്സഡ് ആയിട്ട് തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം, അതിൽ നിന്ന് ഖൽറവാത്ത് ഏതൊക്കെയാണ് പിക്ക് ചെയ്ത് എഴുതാനും, ഫവാക്കിഹ അതായത് ഖൽറവാത്ത് പച്ചക്കറി, ഫവാക്കിഹ പഴങ്ങൾ ഏതൊക്കെയാണ്, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഏതൊക്കെയാണ് പിക്ക് ചെയ്ത് എഴുതാനുള്ള കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. യെസ് ഗൈസ്, റെഡി? അപ്പൊ ആരാടാ പറഞ്ഞത്, സാർ എനിക്ക് പനിയാണ്, നാളെ പരീക്ഷയ്ക്ക് പോകാൻ കഴിയുമോ എന്നറിയില്ല. ഹനാൻ, എന്റെ പേര് വിളിക്കുന്നത്. ഹായ് ഹനാനെ, പരീക്ഷയ്ക്ക് പോകാൻ കഴിയൂലടാ. പരീക്ഷയ്ക്ക് പോകാൻ കഴിയൂലേ, പ്രശ്നമല്ല, പിന്നെ എഴുതിക്കോ പരീക്ഷ. അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാനാ, പനിയൊക്കെ വേഗം സുഖമായിട്ട് കേട്ടോ. പനിയൊക്കെ വേഗം സുഖമാവും, പ്രശ്നമില്ല. നല്ലോണം ഗുളികയൊക്കെ കുടിച്ച് വെള്ളമൊക്കെ കുടിച്ച് സെറ്റ് ആവുക. ഓക്കെ, റെഡി? നേരെ പോവാണ്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ രണ്ടാമത്തെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. നളഉ ഫീ മക്കാനി അങ്ങനെയല്ലേ, ഇവിടെ നോക്കൂ. നളഉ ഫീ മക്കാനിൽ ഹോക്കി അൽആബു മുനാസിബത്തു വനുൻഷിദ. അപ്പോൾ ഇവിടെ ഒരു പദ്യം കൊടുത്തിട്ടുണ്ട്. ഈ ഹോക്കി എന്ന് കൊടുക്കുന്ന സ്ഥാനത്ത് നമ്മൾ താഴെ ഓരോരോ പദ്യം, ഓരോരോ സംഭവങ്ങൾ, ഓരോ കളികൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ പേരും അതേപോലെ തന്നെ അതൊക്കെ എഴുതിയിട്ട് കവിത പൂർത്തിയാക്കാൻ വേണ്ടി, അങ്ങനെയാണ് ആഡ് മോർ ലൈൻസ്
നമ്മളോട് ചോദിക്കലില്ലേ ഏതിൽ മലയാളത്തിലാണെങ്കിൽ വരികൾ കൂട്ടിച്ചേർക്കാം അല്ലെങ്കിൽ വരികൾ കൂട്ടിച്ചേർക്കാം എന്ന് പറഞ്ഞ ചോദ്യം ഉണ്ടാവും. ഇംഗ്ലീഷ് ആണെങ്കിൽ ആഡ് മോർ ലൈൻസ് ഉണ്ടാവും. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുന്നത് അല്ലേ? യെസ് ഗൈസ്. അപ്പോ കുടിഞ്ഞു പോയിക്കോ, എന്നെ കാണൂല, എന്നെ കണ്ട് എന്റെ മുഖം റെഡി. അപ്പോ എടാ മക്കളെ, യാ അസ്ഹാബി ഹയ്യാനൽ അബ് യഹയ്യാനൽ അബ് ലഅബൽ ഹോക്കി നറൂഹു ദൗമൻ നഹ്വൽ മൽഅബ് നതസാബഖു ലിബുലൂഇൽ ഖിമം എന്നാണ് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹോക്കി എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു സംഭവ സ്ഥലത്ത് നിന്ന് ആ ഹോക്കി എന്നുള്ള പേര് മാറ്റിയിട്ട് ഇതിന്റെ പേര് എഴുതുക. ഇതിന്റെ പേരെന്താ? ക്രീക്കാറ്റ് അല്ലെ? നമുക്ക് ക്രീക്കാറ്റ് എന്ന് എഴുതി കൊടുക്കാം അല്ലെ? ആദ്യം എന്ത് വേണം എഴുതേണ്ടത്? ഇവിടുത്തെ ആദ്യത്തെ വരിയിൽ എന്താ എഴുതേണ്ടത്? ആദ്യത്തെ വരിയിൽ ഈ സെയിം വരി തന്നെ. ഏത് വരി? ഈ സെയിം വരി ഉണ്ടല്ലോ, യാ അസ്ഹാബി ഹയ്യാനൽ അബ് എന്നാണ് എന്ത് എഴുതേണ്ടത്? യാ അസ്ഹാബി എന്ന് തുടങ്ങുന്ന ആ വരി ഉണ്ടല്ലോ, ആ വരിയാണ് എന്ത് ചെയ്യേണ്ടത്? ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇവിടെ ഇതിന്റെ പേര് എന്താ? ഇതിന്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ക്രീക്കാത്ത് അല്ലെ? ആ ക്രീക്കാത്ത് എന്ത് ചെയ്യുക? ഇവിടെ എഴുതി കൊടുക്കുക. ഹയ്യാനൽ അബ് നറൂഹു ദൗമൻ നഹ്വൽ മൽഅബ് നതസാബഖു ബിബുലൂഇൽ ഖിമം. എടാ മക്കളെ, നമ്മൾ ഒരുപാട് കളികളെ പറ്റി നമ്മളെ പാഠപുസ്തകത്തിൽ പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് കളി, അതിന്റെ പേരുകൾ എന്തൊക്കെയാണ്, അതൊക്കെ നമ്മൾ പഠിച്ചിരിക്കൽ നിർബന്ധമുള്ള കാര്യമാണ്. പരീക്ഷയ്ക്ക് അധികവും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോ അടുത്തതും ഇതുപോലെ തന്നെയാണ്. ഹയ്യാനൽ അബ്, ഹയ്യാനൽ അബ് ലഅബ എന്താ അതിന്റെ പേര്? റീഷത്തു ത്വാഇറ അല്ലെ? ഷട്ടിൽ ബാറ്റ് ആണ്. അവിടെ ഇത് എഴുതി കൊടുക്കുക, റീഷത്തു ത്വാഇറ. പിന്നെ താഴത്തെ രണ്ട് വരിയിൽ ഈ രണ്ട് സെയിം സാധനം ഉണ്ടല്ലോ, ഈ രണ്ട് സെയിം സാധനം എന്ത് ചെയ്യാൻ? നറൂഹു ദൗമൻ നഹ്വൽ മൽഅബ്. ഏതാണ്? നറൂഹു ദൗമൻ നഹ്വൽ മൽഅബ് നതസാബഖു ബിബുലൂഇൽ ഖിമം എന്ന് പറഞ്ഞ ആ സംഭവം ഈ രണ്ട് വരിയിൽ ഇവിടെ എഴുതി കൊടുക്കുക എന്നുള്ളതാണ്. അതോടുകൂടി ഈ ഒരു സംഭവം ആഡ് മോർ ലൈൻസ് നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റുന്നതാണ്. ആരാ? പ്രാർത്ഥനയാണോ? പ്രാർത്ഥനാ പി. ആഹാ, പ്രാർത്ഥനാ പി അറബി കാണാൻ വന്നിരിക്കുന്നു. പ്രാർത്ഥനാ പി അടിപൊളി, ഷാർ അടിപൊളി. ഓക്കെ, റെഡി. അടുത്ത നോക്കൂ, നുലബിൻ നമ്മളോട് കളർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മക്കളെ. നമ്മൾ ഒരുപാട് കളറുകളെ പറ്റി നമ്മുടെ പാഠപുസ്തകങ്ങളിലൊക്കെ പഠിക്കുന്നുണ്ട് ഇല്ലേ? കളറുകളെ പറ്റി പഠിക്കുന്നില്ലേ? അപ്പൊ ഏതൊക്കെയാണ് കളർ എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബുന്നി അല്ലെ? ബുന്നി ബ്രൗൺ കളർ. അതേപോലെ തന്നെ അസ്റഖ് എന്ന് പറഞ്ഞാൽ ബ്ലൂ ആണ്. അഹ്മർ എന്ന് പറഞ്ഞാൽ റെഡ് ആണ്. അഹ്ലർ എന്ന് പറഞ്ഞാൽ പച്ചയാണ്. ബുർത്തുക്കാലി എന്ന് പറഞ്ഞാൽ ഓറഞ്ച് ആണ്. അസ്ഫർ എന്ന് പറഞ്ഞാൽ യെല്ലോ ആണ്. അപ്പോൾ ഈ കളറുകൾ ഏതൊക്കെയാണെന്ന് എൻ്റെ മക്കൾ കണ്ടെത്തിയിട്ട് അതെന്ത് ചെയ്യുക? അതിവിടെ കളർ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ കളറുകൾ ഏതാന്നുള്ളത് നമ്മൾ പഠിക്കണം അല്ലെ? അസ്വദ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആണ്. അബിയത് എന്ന് പറഞ്ഞാൽ വെള്ളയാണ്. ബുന്നി എന്ന് പറഞ്ഞാൽ ബ്രൗൺ ആണ്. അസ്റഖ് എന്ന് പറഞ്ഞാൽ എന്താടാ? നീലയാണ്. അഹ്മർ എന്ന് പറഞ്ഞാൽ പച്ചയാണ്. അഹ്മർ എന്ന് പറഞ്ഞാൽ റെഡ് ആണ്. അഹ്ലർ എന്ന് പറഞ്ഞാൽ പിന്നെ ഗ്രീൻ ആണ്. അതേപോലെ തന്നെ ബുർത്തുക്കാലി എന്ന് പറഞ്ഞാൽ ഓറഞ്ച് ആണ്. അതേപോലെ തന്നെ അസ്ഫർ എന്ന് പറഞ്ഞാൽ യെല്ലോ ആണ്. ഇത് നിങ്ങൾക്ക് അറിയൂലേ? അഹ്മർ റെഡ് ആണ്, ഇത് ബ്ലൂ ആണ്. അഹ്ലർ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ആണ്. പിന്നെ അടുത്തത് ബുർത്തുക്കാലി എന്ന് പറഞ്ഞാൽ ഓറഞ്ച് ആണ്. അസ്ഫർ എന്ന് പറഞ്ഞാൽ യെല്ലോ ആണ്. ഇത് ബ്രൗൺ ആണ് അല്ലെ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ? കളറുകളൊക്കെ നമുക്ക് അറിയുന്നതാണ്, നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അത് ഏതാണ് കളർ എന്നുള്ളത് നോക്കിയിട്ട് നമ്മളോട് ആ ഒരു കുറക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? കുറത്തിന് നമ്മളോട് കളർ ചെയ്യാൻ വേണ്ടി പറയാണ്. കളറുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അടുത്തത് ഇവിടെ ഒരു പതാക കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കളറുകൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് റെഡ് ആണ് അല്ലെ? ഇത് റെഡ് ആണ്. ഇത് വൈറ്റ് ആണ്. ഇതെന്താ? ഇത് ബ്ലാക്ക് ആണ് അല്ലെ? അപ്പൊ ബ്ലാക്കിന് എന്താ നമ്മൾ പറയാ? ബ്ലാക്കിന് നമ്മൾ പറയാ അസ്വദ് എന്നാണ് ബ്ലാക്കിന് പറയാ. പിന്നെയോ വൈറ്റിന് എന്താ നമ്മൾ പറയുന്നത്? അബിയല് എന്നാണ് വൈറ്റിന് നമ്മൾ പറയുന്നത് അല്ലെ? അപ്പൊ കളറുകളുടെ പേരുകൾ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. കളറുകളുടെ പേരുകൾ നമുക്ക് എന്തായാലും അറിഞ്ഞിരിക്കാം. നമ്മളോട് ചോദിക്കും കളറുകൾ ഏതൊക്കെയാന്നുള്ളത് നമ്മളോട് ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? അത് എളുപ്പത്തിൽ നമുക്ക് എഴുതി കൊടുക്കാം. അപ്പൊ ഇത്രയും കളറുകൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു വെക്കാം. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എണ്ണ എഴുതാൻ വേണ്ടിയിട്ടാണ്. എണ്ണ എഴുതാൻ വേണ്ടിയിട്ട് ഇവിടെ സമാനി വസലാത്തൂൻ. സമാനി വസലാത്തൂൻ എന്ന് പറഞ്ഞാൽ സമാനി അല്ലെ? സമാനി വസലാത്തൂൻ. സമാനി വസലാത്തൂൻ എത്രയാണ്? അങ്ങനെ പറഞ്ഞാൽ എത്രയാ? 38 ആണ് അല്ലെ? 38 ആണ് അല്ലെ? 38 എന്ന് നമ്മൾ എന്ത് ചെയ്യുക? എഴുതി കൊടുക്കുക. ഇനി അടുത്തത് എന്താ? ഇവിടെ 31 കൊടുത്തത്. അപ്പൊ നമ്മൾ എന്ത് എഴുതി കൊടുക്കും? വാഹിദ് വസലാത്തൂൻ അല്ലെ? വാഹിദ് വസലാത്തൂൻ. അടുത്തത് 35 ആണ്. ഹംസ വസലാത്തൂൻ. പിന്നെയോ അടുത്തത് എത്രയാ? അടുത്തത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എഴുതാം. വേണമെങ്കിൽ ഇത് സിത്തും വ ഹംസ അല്ലെ? സിത്തും വ ഹംസ എന്ന് എഴുതി കൊടുക്കാം. അല്ല, സിത്തു എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ? സോറി.
അവിടെ സിത്തുൻ എന്ന് കൊടുത്തിട്ടുണ്ട്, സിത്തു എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, സിത്തു എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പിന്നെ സിത്ത് അല്ലാണ്ട് വേറെ ഒന്നും എഴുതാൻ വേണ്ടി പറ്റൂല അല്ലെ. സിത്തും വസലാസൂനാണ് ഇത്, 36 ഇത് വരെ അല്ലെ, 36. അപ്പൊ എണ്ണം നമ്മൾ 1 2 3 4 5 അല്ലെ, പിന്നെ എത്രയാ 6 7 8 9 10. ഇത് നമുക്ക് എഴുതാൻ അറിയൂലേ. ഇനി അടുത്തതാണെങ്കിലോ, അടുത്തത് ഈ 10 മുതലാണെങ്കിലോ, സോറി 11 മുതൽ നമുക്ക് അഹദ അശറ, ഇസ്ന അശറ, സലാസ അശറ, അർബഅത അശറ, ഖംസ അശറ, സിത്തത അശറ, സബ്അത അശറ, ഇശ്റൂ കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് അങ്ങനെ അങ്ങനെ എണ്ണങ്ങൾ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഈ എണ്ണങ്ങൾ തന്നാൽ അടുത്തത് നോക്ക്, അടുത്തത് എത്രയാ, അടുത്തത് ഇവിടെ എത്രയാ കൊടുത്തിരിക്കുന്നത്, ഇവിടെ എത്രയാ അർബയാ കൊടുത്തത്, ഇവിടെ സലാത്ത് അല്ലെ, അർബഉൻ വസലാസൂൻ, ഇവിടെ തിസ്ഉൻ വസലാസൂൻ, ഒക്കെ സലാസൂൻ. ഇവിടുത്തതാണ് നമ്മൾ നോക്കേണ്ടത് അല്ലെ. 30 അല്ലെങ്കിൽ 40 എന്നൊക്കെ പറയുമ്പോൾ ഈ ഭാഗത്തുള്ളതാണ് നമ്മൾ നോക്കുക. അടുത്ത ഈ ഭാഗത്തുള്ളത് എന്താ, അത് അടുത്തൊരു സംഖ്യയാണ്. ഏത് സംഖ്യയാണ്, അതായത് 40 30 എന്നൊക്കെ പറയുമ്പോൾ അല്ലെ, 30 40 50 എന്നൊക്കെ പറയുമ്പോൾ ഈ ഭാഗത്തുള്ള സംഖ്യ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതാണ്. ഇപ്പുറത്തുള്ളതോ അതിന്റെ എണ്ണമാണ്, ഒറ്റ സംഖ്യ. ഇപ്പുറത്തുള്ളത് അതിന്റെ 10ന്റെ അല്ലെ, അങ്ങനെയല്ലേ വരുന്നത്. 10ന്റെതും നമ്മൾ പഠിച്ചതല്ലേ, റെഡി. യെസ്. അടുത്തത് കഴിഞ്ഞോ ഇല്ല, ഒറ്റൊന്നും കൂടി ഉണ്ട്. റത്തിബ് ഖിസ്സ ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കൂ. ഇവിടെ ഈ കഥ നിങ്ങളോട് പൂർത്തിയാക്കാനല്ല, ഇത് ഓർഡർ ആക്കാൻ വേണ്ടി പറയാണ്. ലഇബൽ മഅൽ അസ്തിഖാഇ ഫിൽ മൈദാൻ, അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ശ്രീജേഷിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഓക്കെ, ഹോക്കി പ്ലെയർ ആയിട്ടുള്ള കേട്ടോ. അപ്പോ ലഇബ മഅ അസ്തിഖാഇഹി ഫിൽ മൈദാൻ, കൂട്ടുകാരുടെ ഒക്കെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കളിച്ചിട്ടുണ്ടായിരുന്നു. കാന ഫി ഖറിയത്തിൻ വലദുൻ ഫഖീറുൻ ഇസ്മുഹു ഫി ആർ ശ്രീജേഷ് സാറ ഹാരിസുൽ മർമ അൽ ഫരീഖുൽ ഹിന്ദ് അല്ലേ. പിന്നെയോ യുഹിബ്ബു വി ആർ ശ്രീജേഷ് അൽ ഹോക്കി മുന്ദു സിഅരിഹി എന്നാണ്. അപ്പൊ ഇത് ഓർഡർ ആക്കാൻ വേണ്ടി പറയണം. അപ്പൊ ഇതിന്റെ ഓർഡർ ഒന്നാമത്തെ തന്നെ വരെ ഇതാണ്. കാന ആയിരുന്നു അല്ലെ, ആയിരുന്നു, ആരായിരുന്നു നമ്മുടെ ശ്രീജേഷ്. അവിടെ ഒരു നാട്ടിലുള്ള ഒരു ചെറിയൊരു ചെറുപ്പക്കാരനായിരുന്നു അല്ലെ. പിന്നെയോ ഇവനിങ്ങനെ കുറെ ആളുകളുടെ ഒക്കെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡെയിലി ഇങ്ങനെ ക്രിക്കറ്റ് ഒക്കെ കളിക്കായിരുന്നു. പിന്നെ ഇത് എഴുതി കൊടുക്കുക, ഏറ്റവും അവസാനം ഇത് എഴുതി കൊടുക്കുക. ഇങ്ങനെയാണ് ഇതിന്റെ ഓർഡർ വരുന്നത്. ഓക്കെ സെറ്റ്. അങ്ങനെ അല്ലെ, ഏറ്റവും ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് ആണ് ഇത് വരെ. അവന് ഇഷ്ടമായിരുന്നു എന്നുള്ള അല്ലെ. 2 നമുക്ക് ഇത് എഴുതി കൊടുക്കാം, 4 ഇത് എഴുതി കൊടുക്കാം, 3 ഇത് എഴുതി കൊടുക്കാം. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ നമ്മളെ ഹാരിസുൽ മർമ അൽ ഫരീഖുൽ ഹിന്ദ്, അങ്ങനെ അവൻ ഗോളിയായി മാറുകയാണ് അല്ലേ. ഭയങ്കര ഒരു സംഭവമായിട്ട്. യെസ് ഗൈസ്. അപ്പൊ അങ്ങനെ ഇതിങ്ങനെ ഓർഡർ ആക്കാനൊക്കെ നമ്മളുണ്ട്. നമ്മളെ പുസ്തകത്തിൽ മെസ്സിയെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ മെസ്സിയെ പറ്റിയൊക്കെ ഇങ്ങനെ തന്നിട്ട് നമ്മളോട് ഓർഡർ ആക്കി എഴുതാൻ വേണ്ടി പറയും. അതായത് ഡിസോർഡർ ആക്കിയിട്ട് തരും, എന്നിട്ട് നമ്മളോട് എന്ത് ചെയ്യുക, ഓർഡർ ആക്കിയിട്ട് എഴുതാൻ വേണ്ടി പറയും. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ്. അപ്പൊ ഇത്ര കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഇമ്പോർട്ടന്റ് പാർട്സ് നമുക്ക് നാളെ ലൈവ് പോകാം. നാളെ ലൈവിൽ ഇമ്പോർട്ടന്റ് പാർട്സ് വരുന്നതായിരിക്കും. എൻ്റെ മക്കളൊക്കെ വന്നിട്ട് അടിച്ചു പൊളിച്ച് ലൈവ് കണ്ടിട്ട് എന്ത് ചെയ്യുക, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.